മിഡിൽ ഈസ്റ്റിൽ കൂടുതൽ മേഖലകളിലേക്ക് ഇസ്രായേൽ ആക്രമണം വ്യാപിപ്പിക്കുന്നു. വെടിനിർത്തൽ കരാർ ലംഘിച്ചാണ് ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ ലെബനനിൽ ശക്തമായ ആക്രമണം നടത്തിയത്. ഹിസ്ബുള്ളയ്ക്കെതിരായി ആക്രമണം നടത്തിയെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. അതിനിടെയാണ് ഇസ്രായേലിന് ശക്തമായ താക്കീതുമായി ഇറാൻ രംഗത്ത് വന്നിരിക്കുന്നത്. ഇറാൻ്റെ ഉന്നതോദ്യോഗസ്ഥനാണ് മുന്നറിയിപ്പ് നൽകിയത്. ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന താക്കീതാണ് ഇറാൻ നൽകുന്നത്. ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ മുതിർന്ന മിലിറ്ററി അഡ്വൈസർ മേജർ ജനറൽ യഹിയ റഹീം സഫാവിയാണ് പ്രതികരണവുമായി എത്തിയത്. ഇസ്രായേലിനെതിരെയുള്ള ആക്രമണ പദ്ധതിയായ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3 തുടങ്ങാൻ ഇറാൻ ഒരുക്കമാണെന്നും യഹിയ റഹീം സഫാവി വ്യക്തമാക്കി. തന്ത്രപരമായൊരു പദ്ധതി ഒരുങ്ങിക്കഴിഞ്ഞെന്നും നടപ്പിലാക്കാൻ കാലതാമസം ഉണ്ടാകുന്നതാണെന്നും സഫാവി അവകാശപ്പെട്ടു. പദ്ധതിയിൽ നിന്നും പിന്നോട്ട് പോകില്ലെന്നും സഫാവി വ്യക്തമാക്കി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും സഫാവി രൂക്ഷമായി വിമർശിച്ചു. ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നതിന് ട്രംപിനെ ഭ്രാന്തനെന്നാണ് സഫാവി വിശേഷിപ്പിച്ചത്. ഇറാനിലെ ഇസ്ലാമിക് റെവല്യൂഷൻ ഗാർഡ്സ് കോർപ്സിൻ്റെ എയ്റോസ്പേസ് ഡിവിഷൻ ഒരു ഹിഡൻ മിസൈൽ മെഗാസിറ്റി ഒരുക്കിയെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇറാൻ സായുധ സേനയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് മേജർ ജനറൽ മുഹമ്മദ് ബാഗേരി, എയ്റോസ്പേസ് ഡിവിഷൻ്റെ കമാൻഡർ ബ്രിഗേഡിയർ ജനറൽ അമീർ അലി ഹാജിസാദെ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു മിസൈൽ സിറ്റിയുടെ അനാച്ഛാദനം. ഹൈബാർ ഷെഖാൻ, മാർട്ടിയർ, ഹജ് ഹാസിം, ഖാദറച്ച്, സെജിൻ, ഇമാദ് തുടങ്ങിയ ആയിരക്കണക്കിന് സർജിക്കൽ സ്ട്രൈക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ സൂക്ഷിച്ചിരിക്കുന്ന വിശാലമായ കേന്ദ്രം ഉന്നത ഉദ്യോഗസ്ഥർ സന്ദർശിക്കുന്നതിൻ്റെ വീഡിയോകളും വിവിധ ഇറാൻ വാർത്താ ഏജൻസികൾ പുറത്തുവിട്ടിരുന്നു. അമേരിക്കയുടെ ഏറെ പ്രശംസിക്കപ്പെട്ട താഡ് മിസൈൽ സംവിധാനത്തെ പരാജയപ്പെടുത്താൻ കഴിവുള്ളതായി ഇറാൻ്റെ ഹൈബാർ ഷെഖാൻ 1 മിസൈൽ അവകാശപ്പെടുന്നു. ഇറാൻ്റെ ഉരുക്കുമുഷ്ടി മുമ്പത്തേക്കാൾ വളരെ ശക്തമാണെന്നാണ് പര്യടനത്തിനിടെ കേന്ദ്രത്തിലെ ജീവനക്കാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ബാഗേരി പറഞ്ഞത്. ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 2 സമയത്ത് വിന്യസിച്ചതിനേക്കാൾ 10 ഇരട്ടി ശക്തമായ സൈനിക ശേഷി സൃഷ്ടിക്കുന്നതിന് ആവശ്യമായ എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും ഇതിനോടകം സജ്ജമാക്കിയെന്നും കമാൻഡർ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ വർഷം ഇസ്രായേൽ ആക്രമണത്തിന് മുന്നോടിയായി ആരംഭിച്ച പ്രതികാര നടപടികളായ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 1, ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 2 ഉപയോഗിച്ച് ഇറാൻ തങ്ങളുടെ സൈനിക ശക്തി പ്രകടിപ്പിച്ചിരുന്നു. 100 കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് നടത്തിയ ഈ പ്രവർത്തനങ്ങൾ കൃത്യതയോടെ ഇസ്രായേൽ സൈനിക രഹസ്യാന്വേഷണ ലക്ഷ്യങ്ങളെ ആക്രമിക്കാനുള്ള ഇറാൻ്റെ കഴിവ് പ്രകടമാക്കിയിരുന്നു. അതിനിടെ ഇസ്രായേലും ഹിസ്ബുള്ള പോരാളികളും തമ്മിൽ വെടിനിർത്തൽ കരാർ ഒപ്പിട്ടിട്ടും ലെബനനെതിരെ ഇസ്രായേൽ പൊടുന്നനെയാണ് ആക്രമണം അഴിച്ചുവിട്ടത്. മാർച്ച് 28-ന് നടന്ന വ്യോമാക്രമണത്തെ തുടർന്ന് നിരവധി ആളുകൾ ജീവൻ നിലനിർത്താൻ വീടുകൾ വിട്ട് പലായനം ചെയ്യുകയാണ്. ഇസ്രായേലിൽ നിന്ന് തൊടുത്തുവിട്ട റോക്കറ്റുകളും ഡ്രോണുകളും ബെയ്റൂത്തിലെ നിരവധി അപ്പാർട്ട്മെൻറ്റുകൾക്ക് കേടുപാടുകൾ സംഭവിപ്പിച്ചു. എവിടെ നോക്കിയാലും പുക നിറഞ്ഞ ഒരു മേഖല പോലെയാണ് ബെയ്റൂത്ത് കാണപ്പെടുന്നത്. 2 സ്കൂളുകൾ സ്ഥിതി ചെയ്യുന്ന ജനസാന്ദ്രതയുള്ള പ്രദേശത്താണ് ആക്രമണം നടന്നതെന്നാണ് റിപ്പോർട്ടുകൾ.